സാധാരണ വിജയ ചിത്രങ്ങൾ പറയാറ് ഐ ആം വെയിറ്റിംഗ്. ഇതിൽ ഐ ആം വെയിറ്റിംഗ് അല്ല, ഐ ആം കമ്മിങ്. ദളപതി വിജയുടെ കമ്മിങ് ആണ് ഈ സിനിമ. അത് എന്തിലേക്കുള്ള കമ്മിങ് ആണെന്ന് നമുക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്ന് പറയുമ്പോൾ എല്ലാ സിനിമാ പ്രേക്ഷകരും വിഷമത്തിലാണ്. കാരണം ഇന്ത്യയിൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ഇത്രത്തോളം തന്നുള്ളൊരു മറ്റൊരു നടനില്ല. ആരാധകർക്ക് അദ്ദേഹം ഇപ്പോൾ ദൈവത്തിൻ്റെ പോലെ തന്നെയാണ്. കാരണം ഇത്രത്തോളം ആവേശമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് ഭയങ്കര സോഷ്യലായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പടത്തിന് ഒരു പവർ പാക്കാണ്. ആ പവർ പാക്ക് സിനിമകൾ തരാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല ഇത്രത്തോളം. അപ്പോൾ അദ്ദേഹം അവസാന സിനിമ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ മാത്രമല്ല എല്ലാവരും വിഷമത്തിലാണ്. കാരണം ഇനി ഇതുപോലൊരു നടൻ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ് ദളപതി ദർശനം, ആ ദർശനം പുലർച്ചെ കാണാൻ എത്ര സിനിമ ആസ്വാദകരായിരിക്കും രാവിലെയൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടുണ്ടാവുക. ഇനി അങ്ങനെ ഒരു ദളപതി ദർശനം പുലർച്ചെ ഉണ്ടാവില്ല. അവസാന ദളപതി ദർശനമാണ് പുലർച്ചെ ഇനി നടക്കാൻ പോണത്. ജനുവരി 9 ഇന്ത്യ ഒരുങ്ങി കഴിഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് സിനിമകളുടെ രാജാവിൻ്റെ അവസാന ചിത്രത്തിൻ്റെ റിലീസിന് കാണാം ഇനി വെള്ളിത്തേരിൽ ജനനായകൻ.